അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഖുർആനിൽ ഒരു കൽപ്പനയുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസ് ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. സത്യവിശ്വാസികളെ, നിങ്ങളോട് ആരെങ്കിലും പ്ലീസ് മൂവ്, കുറച്ച് നീങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്പം നീങ്ങിയിരിക്കുക, ഇരിക്കാൻ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക. ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലുടനീളം മറ്റുള്ളവർ നമ്മോട് അല്പം വിട്ടുവീഴ്ച ചെയ്യൂ എന്ന് റിക്വസ്റ്റ് ചെയ്താൽ അത് ജീവിതത്തിൽ പാലിക്കണം, ആ റിക്വസ്റ്റ് സ്വീകരിക്കണം എന്നതാണ് ഖുർആൻ ഈ പറയുന്നതിന്റെ പൊരുൾ. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒരു വാഹനം അവിടുന്ന് വരുന്നു, മറ്റൊരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് സ്വാഭാവികമായും നമ്മൾ അല്പം സ്ലോ ആക്കി കൊടുത്താൽ സുഖമായി അയാൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുക, നമ്മുടെ ഈഗോ വർക്ക് ചെയ്യും, നമ്മൾ നേരെ അയാളുടെ മുന്നിലേക്ക് എടുക്കും, അങ്ങനെ ബ്ലോക്ക് ചെയ്യും. അതൊരു ഹീറോയിസം ഒന്നല്ല, അത് പല ആക്സിഡന്റുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ അത് കാരണമാകും. ഇതുപോലെ ചിലർ പിന്നിൽ നിന്ന് വരും, അവരിങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മള് മനസ്സിലുണ്ടാവും, അവിടെ നിൽക്കടാ, നീ അങ്ങനെ സ്പീഡിൽ പോകണ്ട. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. റോഡിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് മര്യാദകളുണ്ട്, സംസ്കാരം. ഓരോ ഡ്രൈവർക്കും ഓരോ സംസ്കാരമുണ്ട്. ആ വാഹനത്തിന്റെ സംസ്കാരം ആ ഡ്രൈവറുടെ സംസ്കാരം ഇരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഖുർആൻ ഈ പറയുന്ന കൽപ്പന പ്രത്യേകിച്ച് ഡ്രൈവിംഗിൽ നമ്മൾ വളരെയധികം പാലിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും, നമ്മളെക്കാൾ ചെറിയ വാഹനങ്ങൾ പോകും, നടന്നു പോകുന്നവരുണ്ടാകും, എല്ലാവരോടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി അവരെയൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ്. ബാക്കിയാണ് ഏറ്റവും ഹൈലൈറ്റ്. അതിൽ പറയുന്ന കാര്യം, നിങ്ങൾ അങ്ങനെ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച കാണിച്ചാൽ, വിശാലത കാണിച്ചാൽ സംഭവിക്കുന്ന ഒരു മാജിക്, യഫ്സഹില്ലാഹു ലക്കും, നിങ്ങളുടെ പല വിഷയങ്ങളിലും റഹ്മാനായ റബ്ബ് വിട്ടുവീഴ്ച കാണിക്കും. ഉദാഹരണം, ഈ യാത്രയിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ നാഥൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ആക്സിഡന്റിൽ നിന്ന് പടച്ചവൻ നമ്മെ കാക്കും. എന്റെ മക്കളുടെ വിഷയത്തിൽ, എന്റെ ഇണയുടെ വിഷയത്തിൽ, എന്റെ ബിസിനസ്സിൽ, ഇങ്ങനെ പലവിധ വിഷയത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുത്താൻ പടച്ചവന് സാധിക്കുമല്ലോ. അത്തരം എല്ലാ തടസ്സങ്ങളിൽ നിന്നും എന്നെ കാക്കുകയും എന്റെ വിഷയത്തിൽ വിശാലത പടച്ചവൻ കാണിക്കുമെന്നതാണ് ഇതിലേറ്റവും ഹൈലൈറ്റ്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം മറ്റുള്ളവരോട് വിശാലത കാണിക്കുവാൻ, അതുപോലെ തന്നെ വിട്ടുവീഴ്ച കാണിക്കുവാൻ, ഹൃദയ വിശാലത ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമൂലം പടച്ചവൻ നമ്മോട് ധാരാളമായി വിശാലത കാണിക്കും. ആ അർത്ഥത്തിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ഒരു ആയത്ത്, സൂറത്ത് മുജാദിലയിലാണ് ഈ ആയത്ത്. ഈ ആയത്തിൽ പറയുന്ന ഈ ഒരു കൽപ്പന പകർത്താൻ വേണ്ടി ശ്രമിക്കുക. മരുമക്കളോട്, അമ്മായിയമ്മയോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, ഇനി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. വിട്ടുവീഴ്ചയും വിശാലതയും ഏതൊക്കെ സന്ദർഭങ്ങളിൽ ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ നിങ്ങളത് ചെയ്യുക. ഈ ആയത്ത് അപ്പോഴൊക്കെ ഓർക്കുക. ചില കുടുംബ ബന്ധുക്കളുണ്ട്, അവർ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറും. നിങ്ങൾ അവരോട് ഏറ്റവും പോസിറ്റീവായിട്ട് പെരുമാറുക. അവരോട് കയർക്കാനോ അവരെ തകർക്കാനോ അവരെ തോൽപ്പിക്കാനോ ഒന്നും നിൽക്കരുത്. അങ്ങനെ തുടങ്ങി ധാരാളം മേഖലയിലേക്ക് ഈ ആയത്ത് വെളിച്ചം വീശുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായും അതിന്റെ ഫലം വളരെ വലുതാണ്. പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.